നല്ലൊരു സാലറി ഉള്ള ഹൈ പേയിങ് ആയിട്ടുള്ള ജോബ് കിട്ടിയ സമാധാനം മൊത്തം പോകും. ഇനി അതല്ല, സമാധാനമാണ് ചൂസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പേയ്മെന്റും ഇല്ല. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. നമ്മുടെ ഇൻഷുറൻസും ഡെയിലിയുള്ള കാര്യങ്ങളും ബാക്കിയുള്ള ചെലവും ഫാമിലിയും മെഡിക്കേഷനും എല്ലാം കഴിഞ്ഞ് ചെറിയൊരു സാലറി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റണില്ല. എൻ്റെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഇതാണ്. അതായത് എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. സാലറി എൻ്റെ ഒരു ഏജും വർക്ക് ചെയ്യുന്ന ഫീൽഡും ആവശ്യങ്ങളും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്. പക്ഷെ അതേസമയം വർക്ക് ഫ്രം ഹോമിന്റെ കംഫർട്ട് ഉണ്ട്. എനിക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ഇവിടെ ജിം അടുത്ത് തന്നെ, അവിടെ പോവാം. വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്, അതെല്ലാം കഴിക്കാം. ഇതെല്ലാം നമുക്ക് പലർക്കും കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും, അല്ലേ? പക്ഷെ ആ ഒരു പോയിന്റ് വിട്ട് ഓക്കെ, എനിക്ക് ഇത്ര പേയ്മെന്റ് പോരാ, കുറച്ച് ലൈഫ് ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ലാവിഷാവുന്ന കാര്യമല്ല പറഞ്ഞ്, നമ്മുടെ ഉള്ള കാര്യങ്ങളെല്ലാം നടത്താൻ കുറച്ചും കൂടി ഒന്ന് എക്സ്പെൻഡിച്ചർ കൂട്ടണമെങ്കിൽ ഇത് വെച്ച് നടക്കില്ല. അപ്പം ഞാൻ വേറൊരു ജോലി കിട്ടുമെന്ന് ഓൺലൈനായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യണം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ബാങ്കിങ് ഫീൽഡിലാണ്. UK-യിലുള്ളൊരു ബാങ്കാണ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സാലറി കുറവാണ്. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഞാൻ വേറൊരു ജോലി അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാനുള്ള കാരണം, എനിക്ക് ഫ്രസ്ട്രേഷൻ ഒന്ന് പുറത്തേക്ക് ഇടണമെന്നുണ്ടായിരുന്നു. അതായത് ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ അമേരിക്കൻ കമ്പനിയാണ്. ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നു. ഹൈദരാബാദിലാണ് അവരുടെ ഓഫീസ്. ജോലി കിട്ടുകയാണെങ്കിൽ അവിടെ പോകണം. പക്ഷെ നല്ല പേയ്മെന്റ് ആണ്. എൻ്റെ ഇപ്പോൾ ഉള്ള പേയ്മെന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 3 times ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. 3 times ബെറ്റർ. പക്ഷെ ശരിയാണ്, റീലൊക്കേറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പൊ ഞാൻ അവരുടെ JD ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഒന്ന് വായിച്ചു നോക്കായിരുന്നു. ഫ്രൈഡേ ആണ് HR ലെവൽ ഇന്റർവ്യൂ. സാലറി ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇതിനകത്ത് ഡിമാൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം JD-യിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇതാണ് സാലറി ബാൻഡ്. സോ അതിനകത്ത് വേറെ ഒന്നും നോക്കാനില്ല. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എല്ലാ റൗണ്ട്സും പാസ് ചെയ്താൽ മതി. അപ്പൊ ഞാനവിടെ JD ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇന്നാണൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയത്. അപ്പൊ അതിനകത്ത് എഴുതിയേക്കാണ് ക്ലിയർ ആയിട്ട്, ഇന്റൻസ് ഹൈ പ്രഷർ ഫാസ്റ്റ് മൂവിങ് ജോലിയായിരിക്കും. എന്ത് ജോലിയാണെങ്കിലും അങ്ങനെ എഴുതിയേക്കണേ. അപ്പൊ ഞാൻ പെട്ടെന്ന് അത് വായിച്ചപ്പോൾ എനിക്കത് വല്ലാണ്ട് വിഷമമായി. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഇന്റർവ്യൂവിനൊക്കെ പതിയെ പതിയെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ സിക്ക് ലീവ് എടുത്തേക്കാണ് എൻ്റെ ജോലിയിൽ നിന്ന്. ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക്. പക്ഷെ ഈ വർക്ക് എനിക്ക് ചെയ്യണമെന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ വർക്ക് കൊണ്ട് തന്നെ ആയിരിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായി. അതായത് സാലറി കൂടിയേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആകെ വിഷമം. ദൈവമേ, നമ്മളപ്പോ വീടിന്റെ കംഫർട്ടും വർക്ക് ഫ്രം ഹോമും എല്ലാം വിട്ടിട്ട് ഓൾറെഡി കമ്പനി തന്നെ പറയണ ഹൈ പ്രഷർ ഇന്റൻസ് അറ്റ്മോസ്ഫിയറിലേക്ക് വേറെ സിറ്റിയിലേക്ക്, ഇതിനു മുമ്പ് ബാംഗ്ലൂരായിരുന്നു, അവിടെ നിന്നാണ് ഞാൻ ഇവിടെ വന്നത് വർക്ക് ഫ്രം ഹോം ജോബ് കിട്ടിയിട്ട്. അപ്പൊ ഇനി വേറൊരു സിറ്റിയിലേക്ക് ലൊക്കേറ്റ് ചെയ്ത് എല്ലാം ആയി തുടങ്ങണം. ഫുൾ പ്രഷർ, ഓഫീസിൽ പോകണം, എല്ലാം രണ്ടാമത് തുടങ്ങും. ഫുൾ പ്രഷർ എന്ന് ഞാൻ പറയാൻ കാരണം കമ്പനി തന്നെ എഴുതി വെച്ചേക്കാണ് അവിടെ ക്ലിയർ ആയിട്ട്. ഏത് കമ്പനിയാണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടും കൂടിയാണ് ആ ഒരു ഫ്രസ്ട്രേഷനും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചത്. കാരണം വേറെ ആരുടെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റൂല. ഇത് ഒരു മിഡിൽ ക്ലാസ്, ഒരു മനുഷ്യന്റെ ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പിലെ അവസ്ഥ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലരും ഈ ഒരു സിറ്റുവേഷനിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമായിരിക്കാം, പോയിട്ടുണ്ടാവാം. പലരും ചിലപ്പോൾ ജോലി ഇല്ലാണ്ടിരിക്കുകയായിരിക്കാം, ജോലി നോക്കായിരിക്കും. അപ്പൊ അങ്ങനെ ജോലി നോക്കുന്നവർ ചിലപ്പോൾ ഇതെങ്ങാനും കാണുകയാണെങ്കിൽ ഇവൻ എന്താ പൊട്ടനാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണ്, എൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. ഞാനപ്പോൾ അതിൻ്റെ ഒപ്പം ചിന്തിച്ചൊരു കാര്യം, ഇപ്പൊ എനിക്ക് 32 വയസ്സുണ്ട്. 2017 വർക്ക് ചെയ്യാൻ തുടങ്ങിയതാ. ആദ്യം റീറ്റെയിൽ ഫീൽഡിൽ വർക്ക് ചെയ്തു ബാംഗ്ലൂർ. പിന്നെ വേറെ IT കമ്പനി, ഈ കമ്പനികളുടെ പേരൊന്നും പറയുന്നില്ല എന്നുള്ളൂ, കയറി. അവിടെ 3 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് ഈ ജോബായിട്ട് വന്നത്. പക്ഷെ ഇത്രയും നാളും ആദ്യത്തെ കമ്പനിയിൽ 2 കൊല്ലം, രണ്ടാമത്തെ കമ്പനിയിൽ 3 കൊല്ലം കഴിഞ്ഞ് ഈ കമ്പനിയിൽ കയറി 2 കൊല്ലമായിട്ടും ഒരൊറ്റ പൈസ പോലും സത്യം പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല.
ഇടയ്ക്കൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് കേട്ടിട്ട് അപ് സ്റ്റോക്സിലെല്ലാം പോയിട്ട് സ്റ്റോക്ക് ഒക്കെ മേടിക്കും, കുറച്ച് സ്റ്റോക്സ് ഒക്കെ മേടിച്ചിടും. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പൈസ ആവശ്യം വരുമ്പോൾ വിൽക്കും. അങ്ങനെ വെറുതെ അലുക്കുലുത്തായിട്ട് ഒരു ഓർഡർ ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു 7 മാസം മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ മ്യൂച്വൽ ഫണ്ട് കാര്യം പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിനകത്ത് എനിക്കിപ്പോൾ നല്ല ഇൻട്രസ്റ്റും ഉണ്ട്. ഫൈനാൻസ് എന്ന് പറഞ്ഞ കാര്യത്തിൽ യാതൊരു ഓർഡർ ഇല്ലാണ്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷെ ആ ഒരു ഓർഡർ ഇപ്പം ആയി വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണാം. കാരണം ഞാനിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആപ്പ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട കാര്യമില്ല, പക്ഷെ നമ്മളൊക്കെ ബിഗിനേഴ്സ് ആയതുകൊണ്ട് നോക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നും എത്രയാണോ അവിടെ കാണിക്കുന്ന എമൗണ്ട്, അതായത് ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തേക്കുന്ന എമൗണ്ട് എല്ലാം നമുക്ക് കാണാമല്ലോ. ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതെല്ലാം ഓർഡർ ആയിട്ട് കാണാം. അത് കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും 1 ലക്ഷം രൂപ പോലും ആയിട്ടില്ല ഞാൻ എടുത്ത് പറയുകയാണ്, അല്ലാണ്ട് വലിയ എമൗണ്ടാന്ന് പറയണില്ല. 1 ലാഖിൽ താഴെ ഉള്ളൂ. പക്ഷെ ഞാൻ വിചാരിക്കുക ഞാൻ കഴിഞ്ഞ 7 മാസം കൊണ്ട് മാത്രം കുറച്ച് 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 പൈസ ഇട്ടപ്പോഴും ആ ഒരു വലിയ എമൗണ്ട് എനിക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത്ര നാള് വെറുതെ എന്റെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് സ്പെൻഡ് ചെയ്തതെന്ന് പോലും എനിക്ക് അറിയില്ല. സാധാരണ ആൾക്കാര് ഫ്രണ്ട്സ് ഉണ്ടാവും, സിനിമയ്ക്ക് പോവും, പുറത്തു പോവും, കറങ്ങാൻ പോവും, എല്ലാത്തിനും പോവും. ട്രിപ്പ് ഞാനും പോകാറുണ്ട്, പക്ഷെ ഒറ്റയ്ക്കാണ് പോകാറ്. പക്ഷെ അതിന്റെ എനിക്കൊരു ട്രാക്കും ഉണ്ട് എവിടേക്ക് സ്പെൻഡ് ചെയ്തേക്കുന്നത്. എപ്പോഴും ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കാലോ. പക്ഷെ ഈ അല്ലാണ്ട് പറഞ്ഞ കാര്യങ്ങളില്ലേ, അതൊന്നും എനിക്കില്ല. അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. സിനിമയ്ക്ക് പോകാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അങ്ങനെ അതുകൊണ്ട് പുറത്തു പോകേണ്ട കാര്യം പോലും വന്നില്ല അധികം. ഇതൊക്കെ എവിടെ കൊണ്ട് അന്ന് വർക്ക് ചെയ്ത് തുടങ്ങി ഞാൻ സ്പെൻഡ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അസറ്റായിട്ട് ഒന്നുമില്ല. ഞാൻ ഇരിക്കണത് വീട്ടിലാണ്. വീട് പക്ഷെ നമ്മുടെ വീട് നമ്മളുണ്ടാക്കിയ വീടൊന്നുമല്ലല്ലോ. വീട് ശരിയാണ്. എന്താ പറയാ, സോ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ശരിക്കും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ദിവസം പതിയെ 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 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പതിയെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനുള്ള പലരും ഉണ്ടാവും. അപ്പൊ ഞാൻ വേറെ ഒന്നുമല്ല, ഇന്ന് റെക്കോർഡ് ചെയ്തത് ഒരു എനിക്ക് കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കണം എന്നുണ്ട്. ജോലി എന്താവും അറിയില്ല, ഇപ്പോഴത്തെ ജോലി എന്താവും അറിയില്ല. ഈ ഇപ്പോഴത്തെ ജോലി എന്ന് വെച്ചാൽ 2 കൊല്ലം ഞാൻ വർക്ക് ചെയ്യണം. ഇതുവരെ ഞാനൊരു സെറ്റിലായി എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നിട്ടില്ല. ഓരോ ആഴ്ചയും ക്വാളിറ്റി റിപ്പോർട്ട് വരുമ്പോൾ എന്തായിരിക്കും അതിനകത്ത് അവസ്ഥ, അത് കഴിഞ്ഞാൽ എടുത്ത് പുറത്തേക്ക് ഇടും, പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് പ്ലാനിലേക്ക് ഇടുമായിരിക്കും എന്നുള്ള അവസ്ഥയിലാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ അവസ്ഥയല്ലേ, ഒരു സമാധാനം ഒരു സാധനമില്ല. പക്ഷെ അത് എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി സമാധാനക്കുറവ് അങ്ങനെ പുറത്തേക്ക് വരാറില്ല, നമ്മുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അതായത് ആ ലാപ്ടോപ്പ് തുറന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റി ഒന്നും ആലോചിക്കാറില്ല. പക്ഷെ വർക്ക് ചെയ്യുമ്പോഴും നമുക്കൊരു മെന്റൽ പീസ് വേണ്ടേ. ഞാൻ ഇതില്ലാത്തതുകൊണ്ട് പലരിടത്തും വർക്കിൽ സംസാരിക്കാറുമില്ല. ഒരു അത്യാവശ്യം മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ റിപ്ലൈ അയക്കാറില്ല. അതെനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ഇല്ലാണ്ടല്ല, ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്, ജോലി എന്തിനാണ് ഇനി കമ്മ്യൂണിക്കേഷൻ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ജോലി ചെയ്തുകൊണ്ടിരിക്കും, വീട്ടിൽ തന്നെ ഇരുന്നു. പക്ഷെ അതിനൊന്നും ഒരു റിസൾട്ട് ഇല്ല. അതുകൊണ്ടെല്ലാം കൂടിയാണ് ഈ കമ്പനിയിൽ നിന്ന് മാറണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ടാണ് മാറാൻ ശ്രമിക്കേണ്ടത്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഞാൻ ഇനിയെങ്കിലും കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫൈനാൻസ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ട്രാക്ക്, അതിന്റെ ഒപ്പം തന്നെ പൈസക്ക് ഇനി അങ്ങോട്ട് പോകും തോറും നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസക്ക് അതൊരു വാല്യൂ ഉണ്ടാവില്ല. സോ ആ ഇരിക്കുന്ന പൈസ മൾട്ടിപ്ലൈ ആയാലേ കാര്യമുള്ളൂ. അതിന് വെറുതെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ബിഗിനർ മാത്രമാണ്. അതിന് ടേംസ് എന്താണെന്ന് പോലും SIP എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായത് ഈ ഇടയ്ക്കാണ്. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ആ ഒരു ജേണി എനിക്ക് റെക്കോർഡ് ചെയ്യണം എന്നുണ്ട്. അതെങ്ങോട്ടാ പോണെങ്കിലും മുകളിലേക്ക് താഴത്തേക്ക് സ്ഥലത്ത് നമുക്കറിയില്ല. ബട്ട് അത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്. ഞാൻ എന്താണോ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസവും അതിനെക്കുറിച്ച് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതാരും കാണും എന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, എനിക്ക് തന്നെ അതിൻ്റെ ഒരു ട്രാക്ക് ബിൽഡ് ചെയ്ത് വേണമെങ്കിൽ റെഫർ ചെയ്ത് ഉപയോഗിക്കാം എന്നും കൂടി വിചാരിച്ചിട്ടാണ്. സോ അത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ 9 മിനിറ്റ് 48 സെക്കൻഡ്. ഇതിന് അവിടെ ഇവിടെയൊക്കെ എഡിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇത്രയും നേരം ഫോണിൽ നോക്കിയത് സംസാരിക്കുന്നത് വിചാരിച്ചത് പോലുമില്ല. എനിവേ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പറ്റും എന്ന് വിചാരിക്കുന്നു. ഓൾ റൈറ്റ്.